1.5 മാസം മുൻപാണ് കണ്ണൂർ നാറാത്തു നിന്നും 50 പാമ്പിൻ മുട്ടകൾ കണ്ടെത്തിയത്. വയലിനോട് ചേർന്ന സ്ഥലത്ത് മണൽക്കൂറ്റ മാറ്റുന്നതിനിടെ നിർമ്മാണ തൊഴിലാളികളാണ് മുട്ടകൾ കണ്ടത്. തുടർന്ന് വിഷ്ണുവിനെ വിവരമറിയിക്കുകയായിരുന്നു. വിഷ്ണുവും സുഹൃത്ത് ഷിനിലും 50 മുട്ടകളും വീട്ടിലെത്തിച്ചു. കഴിഞ്ഞ ദിവസമാണ് മുഴുവൻ മുട്ടകളും വിരിഞ്ഞത്. 3 മുട്ടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ചെറിയ തണുപ്പും ചൂടും സജ്ജീകരിച്ചാണ് കരികിലക്കിടയിൽ വെച്ച് മുട്ടകൾ വിരിയിച്ചെടുത്തത്. നീർക്കോലിയുടെ മുട്ടകളാണ്. അപ്പോൾ 2 സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. ഒരു വീട്ടിൻ്റെ നിന്ന് 2 ഭാഗങ്ങളിലാണ് പാമ്പിനെ കിട്ടിയത്, പാമ്പിൻ്റെ മുട്ടകൾ കിട്ടിയത്. അത് കളക്ട് ചെയ്തിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും പിന്നെ അവർ തന്നെ നിർദ്ദേശപ്രകാരം വിരിയുന്നവരെ കയ്യിൽ വെച്ചിട്ട് അതിപ്പോൾ ഇന്നലെ വിരിഞ്ഞായിരുന്നു. വിരിഞ്ഞിട്ടിപ്പോൾ 2 ദിവസം കൊണ്ട് അതിൻ്റെ ആരോഗ്യം മൊത്തം ഇതായതിനു ശേഷം അതിനെ 2 ദിവസം കൊണ്ട് റിലീസ് ചെയ്യും. അതിൻ്റെ ആവാസ വ്യവസ്ഥയെ നോക്കിയിട്ട് അതിനെ കാട്ടിലേക്ക് തുറന്നുവിടുകയും ചെയ്യും. പെരുമ്പാമ്പടക്കമുള്ള മറ്റു പാമ്പുകളുടെ മുട്ടകളും കൃത്രിമ ആവാസ വ്യവസ്ഥയൊരുക്കി വിഷ്ണു വിരിയിച്ചെടുത്തിട്ടുണ്ട്. മുട്ടകളുടെ ആകൃതിയും എണ്ണവും നോക്കിയാണ് പാമ്പിനെ തിരിച്ചറിയുക. കണ്ണൂരിൽ മാർക്ക് എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ജിഷ്ണു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വളണ്ടിയർ കൂടിയാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. ശരി, കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് പുളിക്കൽ നമുക്കൊപ്പമുണ്ട്. ഫെലിക്സ്, പാമ്പ് നീർക്കോലി അല്ലേ? നീർക്കോലി അടിച്ചാൽ അത്താഴം മുടങ്ങുമെന്ന് പറയും. അപ്പോൾ നീർക്കോലിക്ക് അത്രേ ഉള്ളൂ, ഇതൊന്നൊരു ഭാഗം കൂടി അതിനുണ്ടെങ്കിലും ഇത് കൂട്ടമായി കണ്ടാൽ ഒരു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു TV കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു അസ്വസ്ഥയൊക്കെ തോന്നാം. പക്ഷേ വലിയൊരു കാര്യമാണ് ഈ വിഷ്ണു ചെയ്യുന്നത്. മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യമാണല്ലോ. ഇതെങ്ങനെയാണ് ഏറെ കാലമായി വിഷ്ണു ഈ ഒരു രീതികളിൽ മുന്നോട്ട് പോകുന്നതാണോ? വിഷ്ണുവിന് അങ്ങനെയുള്ള പിന്തുണ ഒക്കെ കിട്ടുന്നുണ്ടോ? പറയും. വിഷ്ണു, തീർച്ചയായിട്ടും ഈ പാമ്പെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും പലർക്കും പേടിയാണ്, ഭൂരിഭാഗം ആളുകൾക്ക് പേടിയാണ്. അപ്പോൾ ചിലർ തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്യും. അപ്പോൾ ഏതായാലും വിഷ്ണു ചെയ്തതെന്ന് വെച്ചാൽ ഈ പാമ്പിൻ്റെ മുട്ടകൾ, ഈ പാമ്പിൻ്റെ മുട്ടകൾ ഏത് പാമ്പിൻ്റെ മുട്ടയാണെന്ന് ആദ്യം മനസ്സിലാവില്ല. ആ മുട്ടകൾ പലയിടങ്ങളിൽ നിന്നായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഒരു തൊഴിലാളികൾ അവിടെ ഒരു മണൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് മാറ്റുന്നതിനിടയിലാണ് അവിടെ പാമ്പിൻ മുട്ടകൾ കണ്ടത്. സാധാരണ നശിപ്പിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇത് വിഷ്ണുവിനെ വിവരം അറിയിച്ചു. വിഷ്ണു ഇങ്ങനെ മാർക്കുന്നൊരു സംഘടന തന്നെയുണ്ട്, ഈ മൃഗസ്നേഹികളുടെ ഒരു സംഘടന. അപ്പോൾ ആ സംഘടനയിൽ കൂടി അംഗമാണ്. പാമ്പ് പിടിക്കാൻ പോകാറുണ്ട്. അതിൻ്റെ വൈദഗ്ധ്യം നേടിയ വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെ വിഷ്ണുവിനെ വിവരം അറിയിച്ച് വിഷ്ണു സുഹൃത്തും കൂടെ എത്തി 50 മുട്ടകളാണ് ആ വീടിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടിയത്. അത് അവർ എടുക്കുക മാത്രമല്ല, ഒരു കൃത്രിമ ആവാസ വ്യവസ്ഥ തന്നെ അതിനെ സൃഷ്ടിച്ചു ആ വീട്ടിൽ. അതായത് വിഷ്ണുവിൻ്റെ വീട്ടിലാണത് സൃഷ്ടിച്ചത്. അങ്ങനെ ഈ തണുപ്പും ചൂടും ഒന്നും അധികം ഇല്ലാത്തത് ക്രമീകരിച്ചുകൊണ്ട് കരിയിലയൊക്കെ വെച്ചുകൊണ്ട് ആ മുട്ടകൾ 50 മുട്ടകളും സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ അത് മുട്ട വിരിഞ്ഞു. അതിൽ 47 മുട്ടകളാണ് വിരിഞ്ഞത്. 3 എണ്ണം നശിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ നീർക്കോലി കുഞ്ഞുങ്ങളുണ്ടായി. ഇപ്പോഴതിനെ സൂക്ഷിച്ചു വരികയാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് ഇതിനെ തിരികെ കാട്ടിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ആവാസ വ്യവസ്ഥയ്ക്ക് വിടാനാണ് തീരുമാനം. ഫോറസ്റ്റിൻ്റെ ഒക്കെ അറിവോടുകൂടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ധാരാളം പാമ്പുകൾ ഇതുപോലെ തന്നെ, ഇപ്പോൾ പെരുമ്പാമ്പ് അടക്കമുള്ള പാമ്പുകളുടെ മുട്ടകൾ ഇതേപോലെ കൃത്രിമ ആവാസ വ്യവസ്ഥയൊക്കെ സൃഷ്ടിച്ച് മുട്ട വിരിയിച്ചിട്ടുണ്ട് വിഷ്ണു. അപ്പോൾ ഇതിനോടൊരു സ്നേഹവും ഒരു ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആ മുട്ട അവിടെ കിടക്കട്ടെ അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയട്ടെ എന്ന് സാധാരണ നമ്മളൊക്കെ വിചാരിക്കും. പക്ഷേ അതങ്ങനെയല്ല, ഒരു എഫേർട്ടുണ്ട്, അതിനകത്ത് ഒരു ഇഷ്ടമുണ്ട്, ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് വിഷ്ണു ഇതൊക്കെ ചെയ്യുന്നത്. ഏതായാലും അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നീർക്കോലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാണെങ്കിലും അതിനെ ഇങ്ങനെ പരിപാലിക്കുക അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാം, അതിലൂടെ മുട്ട വിരിയിക്കുക എന്നൊക്കെ ചിന്തിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ഉണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്.